ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ദില്ലി ജന്തർ മന്ദിറിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ മുന്നണി വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി എല്ലായിടങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ നടക്കും. ഐസ, SFI, AISF, NSUI എന്നീ വിദ്യാർത്ഥി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത്. ദില്ലി ജന്തർ മന്ദിറിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിൽ അരങ്ങൊരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് തുടർച്ചയായിട്ട് ഇതാ ദേശീയ തലസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ജന്തർ മന്ദിറിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐസ, SFI, AISF, NSUI എന്നീ വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നത്. സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. സ്വാതി, വലിയ പ്രതിഷേധം ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ വലിയൊരു താക്കീത് നൽകുകയാണ് കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളിലൂടെ. തീർച്ചയായും മനു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറി പ്രതിഷേധിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകളാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുദ്രാവാക്യം വിളികളുമായി അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെയും അവർ പറഞ്ഞു പോയിരുന്ന ആവശ്യം തന്നെ ഇവിടെ ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ ഈ അട്ടിമറി സംബന്ധിച്ച് NTA വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷവും NTA ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി അനുവദിക്കുന്നു. അത് അനുവദിക്കാൻ പാടില്ല. ഈ സംവിധാനം പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ ഭാവിയെ വലിയ തരത്തിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് വേറൊരു ഏജൻസിക്ക് ഈ പരീക്ഷ നടത്തിപ്പിന്റെ ചുമതല കൈമാറണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വിഷയത്തിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടും കേന്ദ്രമോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമോ ഈ വിഷയത്തിൽ ഒരു നടപടിയും കൈക്കൊള്ളാത്ത ഒരു സാഹചര്യമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിവരങ്ങളും വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാതെ മാറി നിൽക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ SFI, ഐസ, AISF, NSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളാണ് ഇവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നാളെ SFIയുടെ നേതൃത്വത്തിൽ തന്നെയും പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. നിരന്തരമായി ഈ വിദ്യാർത്ഥികളെ തെരുവുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. മനു, ഇന്നിപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദിറിലാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ കൂട്ടായ്മകൾ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും മനുഷ്യരുടെ സംസ്ഥാനങ്ങളിൽ വിവിധ സർവകലാശാലകളിൽ ഒക്കെ തന്നെയും SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ക്യാമ്പസുകളിലെമ്പാടും വിദ്യാർത്ഥി പ്രതിഷേധം വളരെ ശക്തമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മനു, കണ്ടുകൊണ്ടിരിക്കുന്ന ഏതായാലും വലിയ പ്രതിഷേധം അലയടിക്കുന്നു. ഇന്ത്യ സഖ്യ വിദ്യാർത്ഥി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ സഖ്യ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, അതിൽ SFI ഉണ്ട്, ഐസ ഉണ്ട്, AISF ഉണ്ട്, NSU ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടൊരു വലിയ പ്രതിഷേധം. പ്രധാനമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഈ NDA എന്ന് പറയുന്ന ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സ്ക്രാപ്പ് ചെയ്യുക, ആ സംഘടനയെ പിരിച്ചുവിടുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നീറ്റ് പരീക്ഷ വീണ്ടും നടക്കുക തുടങ്ങിയതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. ഇത് ജന്തർ മന്ദിറിലെ കാഴ്ചയാണ്. ഇതുപോലെ രാജ്യമുടനീളം സംസ്ഥാനങ്ങളിൽ, സർവകലാശാലകളിൽ ഒക്കെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. യുവജന സംഘടനകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് നമ്മൾ കാണുന്നതാണ്. നാളെ SFIയുടെ രാജ്യവ്യാപക പ്രതിഷേധമുണ്ട്. അങ്ങനെ ഓരോ ദിവസവും പ്രതിഷേധം ശക്തമാകുന്നു. സ്വാതി, എല്ലാവരും ഒരുമിച്ച് പ്രതിഷേധത്തിനിറങ്ങുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ ഈ സമീപകാലത്ത് കണ്ടത് അപൂർവമായിരുന്നു. അത്തരത്തിലൊരു കാഴ്ചയ്ക്കാണ് നീറ്റ് ക്രമക്കേടിനെതിരെ രാജ്യത്തുടനീളം കാണാൻ കഴിയുന്നത്. യുവജന വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരുപോലെ ഒത്തുചേർന്നുകൊണ്ട് സമരങ്ങളിലേക്ക് വരുന്നു. ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. NDA പിരിച്ചുവിടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ആ രീതിയിൽ
ഇന്ത്യ സഖ്യ വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പ്രതിഷേധം ദില്ലി ജന്തർ-മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നടക്കുന്നു. ജന്തർ-മന്ദറിൽ നിന്നുള്ള തത്സമയ കാഴ്ചകൾ. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ വിദ്യാർത്ഥി കൂട്ടായ്മ ഈ വലിയ പ്രതിഷേധത്തിലേക്ക് ദില്ലിയിൽ പോയിരിക്കുന്നത്. ഇതുപോലെ എല്ലായിടങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങളിലും സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിലും ഒപ്പം പ്രധാനപ്പെട്ട സർവകലാശാലകളിലും ഒക്കെ വലിയ പ്രതിഷേധം നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സ്വാതി ഒരിക്കൽ കൂടിയുണ്ട്. സ്വാതി, എല്ലാവരും ഒരുമിച്ച് ഒറ്റ ആവശ്യം ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ സംഘടിച്ചെത്തുന്ന ഒരു അപൂർവ സമരകാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കാണാൻ കഴിയുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതിഷേധത്തിന്റെ ശക്തിയും ഭാവവും മാറുന്നതാണോ കാണാൻ കഴിയുന്നത്? തീർച്ചയായും മനു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യുവജനങ്ങളും എല്ലാം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവർ കൃത്യമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങളിലൂടെ. എന്നാൽ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തെരുവുകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ സമരം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ ASF ഉണ്ട്, SFI ഉണ്ട്, ISA ഉണ്ട്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പ്രധാന നേതാക്കളൊക്കെ തന്നെയും വിവിധ സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെയും ഇവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളത് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. NDA സംബന്ധിച്ച് വലിയ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഒരു സാഹചര്യം. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച വലിയ വെളിപ്പെടുത്തലുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. അധ്യാപകർ അടക്കം ഈ വിഷയത്തിൽ വലിയ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ലക്ഷങ്ങൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്ന് വെളിവാകുമ്പോൾ പോലും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും NTA-യുടെയും നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാൻ അവർ തയ്യാറല്ല. ഇതിൽ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെയാണ് ഈ പ്രതിഷേധത്തിലൂടെ വ്യക്തമാകുന്നത്. വിദ്യാർത്ഥികളെല്ലാം തന്നെ ദിവസങ്ങളായി തെരുവുകളിലാണ്. രക്ഷിതാക്കളും അവരോടൊപ്പം അണിനിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാളെ ഇപ്പോൾ SFI മാത്രം ഈ ഒരു പ്രതിഷേധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും ഇവർ പ്രതിഷേധം തുടങ്ങും. മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ പ്രതിഷേധം കടുപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മനു, അതായത് ഒരു ദിവസത്തെ സമരങ്ങൾ കൊണ്ടൊന്നും ഈ വലിയ പ്രതിഷേധം അവസാനിക്കില്ല. ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നത് വരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് അലയടിക്കുമല്ലേ? പറയാൻ വരും. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ സമരത്തിന്റെ ഭാഗമായി ഇങ്ങനെ അണിനിരക്കാൻ തന്നെ കാരണം അവരുടെ കൃത്യമായ ഒരു നിലപാട്, കൃത്യമായ ആവശ്യം വിദ്യാഭ്യാസ മേഖലയെ തന്നെ ഇത്തരത്തിൽ കാവ്യവൽക്കരിച്ചുകൊണ്ട് കച്ചവടവൽക്കരിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും NTA-ക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. അവർ ഇനിയുള്ള ദിവസങ്ങളിലും ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇവരോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ ചേരുന്നുണ്ട്. രാജ്യവ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുവാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മനു, ഈ ജന്തർ-മന്ദറിൽ വിദ്യാർത്ഥികളുടെ വലിയൊരു കൂട്ടമാണോ കാണാൻ കഴിയുന്നത്? നമ്മൾ തുടങ്ങിയ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥി പ്രവർത്തകർ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നതായി കാണാൻ കഴിയുന്നു. വലിയ പിന്തുണ കിട്ടുകയാണോ ആ സമരത്തിന്? തീർച്ചയായും ഇപ്പോൾ തുടക്കത്തിൽ ഉള്ളതിനേക്കാൾ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലെയും വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷ്വൽ കൊടുത്തു തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നു. ഇപ്പോൾ NSU-ന്റെ കൂടുതൽ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ദില്ലി യൂണിവേഴ്സിറ്റി അടക്കമുള്ള JNU അടക്കമുള്ള പ്രധാന ക്യാമ്പസുകളിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളും ഈ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വലിയൊരു സന്ദേശം തന്നെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് വിദ്യാർത്ഥികൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർ ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സമരത്തിന്റെ ഭാഗമായി എത്തിച്ചേരുന്നുണ്ട്. മനു,
ഈ സ്വാതിയാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സമരങ്ങൾ നടക്കുന്നു. ദില്ലി ജന്തർ മന്ദിറിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ സഖ്യ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നീറ്റ് ക്രമക്കേടിനെതിരെ, പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ വലിയ സമരങ്ങളിലേക്ക് പോകുന്നു. SFI, ഐസ, AISF, NSUI അങ്ങനെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളെല്ലാം സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യവ്യാപകമായി പ്രതിഷേധം ഇതേ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്, സർവകലാശാലകളിൽ നടക്കുകയാണ്. അതിന്റെ ഒരു വലിയ ഭാഗമാണ് ഇപ്പോൾ ദില്ലിയിൽ ജന്തർ മന്ദിറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിവരങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്ന് നൽകിയത്.